അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ഫുട്ബോൾ കളിക്കിടെയുണ്ടായ തർക്കം വീട്ടുകാർ ഇടപെട്ടതോടെ കൂട്ടത്തലായി. ഉറവക്കുഴിയിൽ ബുധനാഴ്ച രാത്രി 7:30 പൊതുനിരത്തിൽ വാക്കേറ്റവും കൂട്ടത്തല്ലും ഉണ്ടായത്. ഫുട്ബോൾ കളിക്കിടെയുണ്ടായ തർക്കത്തിൽ വീട്ടുകാർ ഇടപെട്ടതോടെ കൂട്ടത്തലായി. മൂവാറ്റുപുഴ ഉറവക്കുഴിയിൽ ബുധനാഴ്ച രാത്രി 7:30 പൊതുനിരത്തിൽ കൊലവിളിയും കൂട്ടത്തല്ലും ഉണ്ടായത്. ഫുട്ബോൾ കളിക്കാൻ വരാമെന്ന് സമ്മതിച്ചിരുന്നവർ വരാത്തതിനെ ചൊല്ലി തുടങ്ങിയ നിസ്സാര തർക്കവും കളിയാക്കലും ഇടിവളയും ഹെൽമറ്റും മറ്റായുധങ്ങളും ഉപയോഗിച്ചുള്ള ആക്രമണത്തിലേക്ക് എത്തുകയായിരുന്നു. തർക്കസ്ഥലത്ത് പുറത്തുനിന്ന് കുറച്ചുപേർ കൂടി എത്തിയതോടെ സംഘർഷം രൂക്ഷമായി. ഇതിനിടെ അടിപിടിയും തുടങ്ങി. റോഡിൽ ചവിട്ടി വീഴ്ത്തുകയും ആയുധങ്ങൾ ഉപയോഗിച്ചു ഒരു കൂട്ടർ ആക്രമണം തുടങ്ങിയതോടെ കൂട്ടത്തലായി മാറുകയായിരുന്നു. തർക്കത്തിൽ കുടുംബാംഗങ്ങൾ ഇടപെട്ടതോടെ രംഗം വഷളാകുകയായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നേരത്തെ മാറാടിയിലും ഇവിടെ അടിപിടി ഉണ്ടാക്കിയവർ ആക്രമണം നടത്തിയിരുന്നു. വടിവാളും എത്തിയാണ് അന്ന് സംഘത്തിന്റെ നേതാവ് ഭീഷണി മുഴക്കിയത്. അന്നും പോലീസ് കേസെടുത്തെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. ബസേലിയോസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. ശ്രേഷ്ഠ ബസേലിയോസ് പൗലോസ് സെക്കൻഡ് ബാവയുടെ നാമധേയത്തിലുള്ള കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ വിവിധ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college@gmail.com.